നമ്മളെല്ലാവരുടെയും പ്രതീക്ഷ ഈ ആരാധനയിലാണ്. ഈ മാസം കൊണ്ട് ഉടമ്പടി ഒരു വട്ടം പൂർത്തീകരിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരിൽ ആരെങ്കിലും ഇപ്പോഴും അടയാളം കാണാതിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവരുടെ കൂടെ നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് അടുത്ത മാസം അവർക്ക് സാക്ഷ്യം പറയാൻ ഇടയാക്കണം. സ്തുതിയുടെ ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, ഒന്നും അസാധ്യമല്ലാത്തവനെ ഈശോ എല്ലാം സാധ്യമായ ഉടമ്പടി എഴുത്തിട്ട് ഒരു കട്ടം പൂർത്തിയാക്കുന്ന മക്കൾ ഇപ്പോഴും അടയാളം ഇല്ലാത്തവർ ഈശോ അങ്ങയുടെ കൃപയാൽ അടയാളം ലഭിച്ച് അങ്ങയ്ക്ക് സാക്ഷ്യം നൽകാൻ സഹായിക്കണം. ഈശോ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഒത്തിരി അധികം ആൾക്കാർക്ക് ഒരു മാസം ഏറ്റവും കുറഞ്ഞത് മിറക്കിളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്? അനേകായിരം ബ്ലെസ്സിങ്സ് ഉണ്ട്, അനുഗ്രഹങ്ങൾ. പക്ഷേ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ഡയറക്റ്റ് ഡിവൈൻ ഇൻ്റർവെൻഷൻ, അതാണ് മിറക്കിൾ. ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ കൊണ്ട് മാത്രമേ നടക്കൂ എന്നുള്ളത് മനുഷ്യൻ്റെ യാതൊരുവിധ സ്വാധീനവും അല്ലെങ്കിൽ പങ്കാളിത്തവും ഇല്ലാതെ നടക്കുന്ന കാര്യമാണ് കൃപാസനം, മിറക്കിൾ എന്ന് പറയുന്നത്. അത് തന്നെ 400ഓളം വരുന്നുണ്ട് ഒരു മാസം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും കൂടുതൽ മിറക്കിൾസ് ഉണ്ടാകണത്? അത് ഉടമ്പടിക്ക് ശേഷമുള്ള ഒരു ഫിനോമിനയാണ്. ഉടമ്പടി 2015 അമ്മ തന്നതിന് ശേഷമുള്ള ഒരു പ്രതിഭാസമാണ്, ഒരു ആത്മീയ പ്രതിഭാസം. ഇത്രയേറെ മിറക്കിൾസ് അത് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലുമാണ്. രോഗശാന്തിയുടെ മേഖല മാത്രമല്ല, വീട്. ഇപ്പോൾ ഒരു മോള് സാക്ഷ്യം പറഞ്ഞില്ലേ, ഞങ്ങൾ വണ്ടി വാങ്ങിച്ചു പക്ഷെ ഞങ്ങൾക്ക് വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടുകാർ ഞങ്ങളെ കളിയാക്കി. ആ ഉടമ്പടി എടുത്തപ്പോൾ അവിടെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ അവളുടെ ശിരസിൽ കൈവച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾ വീട് വിൽക്കേണ്ട കാര്യമില്ല. അവരെന്താ ഉദ്ദേശിച്ചത്? ഞങ്ങൾ വീട് വിറ്റിട്ട് റോഡ് സൈഡിൽ പോയി താമസിക്കാവുന്ന. അപ്പോൾ അത് ദൈവഹിതമല്ല. കാര്യം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ചുമ്മാ അതങ്ങ് വിൽക്കാമെന്ന് നിങ്ങൾ ധരിക്കരുത്. എന്താ കാരണം വെച്ചാൽ, നമ്മുടെ കുറേ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ഈ കുടുംബത്തിൽ നിന്നും മാറി താമസിക്കണമെന്ന് ചില ആൾക്കാർ എന്നോട് പറയും. അപ്പോൾ അവർ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കാൻ നേരത്ത് അവരെന്നോട് സങ്കടം പറയും. അച്ഛാ, ഞങ്ങൾക്ക് ഒന്നും ഇല്ലെന്നാണ് അമ്മ പറഞ്ഞതെന്ന് പറയും. ഞങ്ങൾക്കൊന്നും ഓഹരി. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യം നോക്കണമെന്നാണ് അമ്മ പറഞ്ഞതെന്ന് പറയും. അപ്പം ഞാൻ അവളുടെ ചെവി പറയും, അവിടെ നിന്നൊരു പഴയ രൂപം എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. ഭർത്താവിനോടും ഭാര്യയോടും പറയും, രഹസ്യത്തോടും പറയും, അവിടെ നിന്നൊരു പഴയ രൂപം എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയും. നമുക്ക് ഓഹരിയൊന്നും വേണ്ട. എന്താ കാര്യം? മോസസ് ഗോത്രങ്ങൾക്ക് വേണ്ടി വാഗ്ദാന നാട് പങ്കിട്ടപ്പോൾ ലേവായതിന് ഓഹരി കിട്ടിയില്ല. എന്നിട്ട് മോസസ് അവരോട് പറഞ്ഞത്, കർത്താവാണ് നിങ്ങളുടെ ഓഹരി എന്നാണ്. അപ്പോൾ ഒരു ഓഹരിയും ഇല്ലാതെ കുടുംബത്തിൽ നിന്ന് പോരരുത്. ഒരു ഓഹരിയും തന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ച രൂപങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോരണം. എന്താ കാരണം എന്നറിയാവോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന രൂപങ്ങളിലൂടെ എപ്പോഴും അത് അടയാളമല്ലേ. നമ്മൾ രൂപങ്ങളെ ഒന്നും ആരാധിക്കണില്ല, പക്ഷേ അതെല്ലാം അടയാളങ്ങളാണ്. എന്തിനാണ്? നമ്മുടെ പ്രാർത്ഥന ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കാനും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വരാനുമുള്ള അടയാളമാണ്. ഇപ്പോൾ ഇന്നത്തെ സുവിശേഷം എന്താണ്? മോശ മരുഭൂമിയിലെ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണമെന്നാണ് പറഞ്ഞത്. എന്താ കാര്യം? എന്നിട്ട് ഈ സർപ്പദംശനമേറ്റവർ പിത്തള സർപ്പത്തെ നോക്കിയാൽ അത് അടയാളമായിട്ട് ഉയർത്താനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇങ്ങനെ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സർപ്പദംശനമേറ്റ് മൊഹാലസ്യപ്പെട്ട വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ലഭിക്കുന്നതിന് വേണ്ടി അനാദികാലം മുതൽ ദൈവം അടയാളങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അത്തരം അടയാളം, വിശ്വാസത്തിൻ്റെ അടയാളങ്ങളാണ് തിരുസ്വരൂപങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പാക ഉടമ്പടി ചെയ്ത് മാറുമ്പോൾ ഒരു രൂപം എടുത്തുകൊണ്ട് പോരാൻ പറയാം. അവിടെ നിന്ന്
അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അവകാശമാണ്. നമുക്ക് ഭൗതികമായ സ്വത്തവകാശം തരാനുള്ള അവസ്ഥ കുടുംബത്തിനില്ല. പക്ഷേ നമ്മുടെ ആത്മീയ അവകാശം നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ആത്മീയ അവകാശം വാങ്ങിക്കാവുന്നതാണ്. അത് വാങ്ങിച്ചോട്ട് പോകുമ്പോൾ അതിൻ്റെ പണ്ട് ഇതുപോലെ എൻ്റെ അടുത്തൊരു ഭാര്യയും ഭർത്താവ് വന്ന് വളരെ കണ്ണീരോടെ ഒരു കാര്യം പറഞ്ഞു. അച്ഛാ, ഞങ്ങൾ ഉപ്പ് ചിരട്ടയും എടുത്തുകൊണ്ട് ഇറങ്ങണ പോലുള്ള ഇറക്കമാണെന്ന് പറഞ്ഞു. പിന്നെ നെഞ്ചത്ത് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഇരട്ടമാലം കുറങ്ങിയ ഒരു ഹൃദയത്തിൻ്റെ രൂപം എടുത്തുകൊണ്ട് പോകുന്നെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പിന്നീട് എന്നെ അവർ വീട് വെഞ്ചരിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് പോകാൻ ഒത്തില്ല. ഞാൻ ധ്യാനിപ്പിക്കാൻ പോകുന്നതിൻ്റെ വഴിയിലായിരുന്നു അവരുടെ വീടെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് ധ്യാനമുണ്ട്, ആ വഴി പോകുമ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കയറാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പറ്റുമെങ്കിൽ കയറിയിട്ട് എനിക്ക് 1 മിനിറ്റേ അവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ. കാര്യം അത്ര ടൈറ്റായിട്ടുള്ള അകലമായിരുന്നു ധ്യാനം നടത്തുന്ന സ്ഥലം. 1 മിനിറ്റ് കയറി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ അവർ പുറകേ വന്ന് വണ്ടിയോളം വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒന്ന് മുകളിലൊക്കെ ഒന്ന് കയറിയിട്ട് പോയാൽ മതിയായിരുന്നു. എന്താണ് കത്ത നോക്ക്, കർത്താവ് തന്നതാണെന്ന് പറഞ്ഞ്. കാര്യം ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലാഞ്ഞില്ല, ഉപ്പ് ചിരട്ട പോലും ഇല്ലായിരുന്നല്ലോ. പിന്നെ എല്ലാം കർത്താവ് തന്നതാണ്. കർത്താവിൻ്റെ കയ്യിലെല്ലാം ഉണ്ട് എന്ന് എപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലാക്കണം. നിങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിലുണ്ട്, ജ്യേഷ്ഠൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഇത്രയും നാൾ അവർ ഞങ്ങൾക്ക് തന്നില്ല, അവർ പാര വെച്ചു, ഇവർ സൂചി വെച്ചു, അവർ കേസ് കൊടുത്തു എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അതൊക്കെ അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ച് പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ചത് എൻ്റെ കർത്താവാണ്, ഇല്ലേ? മക്കബേസിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കണ എന്താണ്? അമ്മമാർ 7 മക്കളെ ദൈവത്തിന് കൊടുത്ത അമ്മ പറയണ വാക്കെന്താ? എൻ്റെ മകനെ, നീ എൻ്റെ വയറ്റിൽ ഉയരുവായെന്നുള്ളത് സത്യമാണ്. പിന്നെ കണ്ണെപ്പോഴാണ് ഉണ്ടായത്, കാലെപ്പോഴാണ് ഉണ്ടായത്, കയ്യെപ്പോഴാണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അതെല്ലാം കർത്താവ് ഉണ്ടാക്കിയതാണെന്ന്. നമ്മൾ ആര് ജനിപ്പിച്ചാലും അടിസ്ഥാനപരമായിട്ട് നമ്മളെ ജനിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ ദൈവമാണ്. കർത്താവിൻ്റെ കൈ മുട്ടാത്തുള്ള കാലം സങ്കീർത്തനം എന്താ പറയണത്? കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. കൈ അടിച്ച് കർത്താവ്. സാധാരണ പ്രാർത്ഥനയ്ക്ക് പോലും അതാണ് അതിൻ്റെ ഉത്തരം. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും ഉണ്ടാവുകയില്ല. ഉടമ്പടിയാകുമ്പോൾ അത് ഡിവൈൻ ഫോർമുലായി ചെയ്തിരിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ദൈവത്തിന് അവിടെ സത്യം പറഞ്ഞ ഓപ്ഷൻ ഇല്ല. എന്താ കാര്യം? നമ്മളെ സഹായിക്കാനും അങ്ങനെ ഓപ്ഷൻ ഇല്ല. എന്താ കാര്യം? ദൈവം സത്യസന്ധനും നീതിയുള്ളവനുമാണ്. കർത്താവിൻ്റെ നീതിയിലും സത്യസന്ധതയിലും അടിസ്ഥാനപ്പെടുത്തിയാണ് ഉടമ്പടികളെ പുരോഗമിക്കണം. ഉടമ്പടി എന്ന സംഭവത്തിൽ തന്നെ മെയിൻ സംഭവം എന്താണ്? കർത്താവിൻ്റെ നീതിയും കർത്താവിൻ്റെ സത്യത്തിലെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പ്രാർത്ഥന ക്രമീകരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ വലിയ കാറ്റാടി യന്ത്രങ്ങളുണ്ട്. രാമക്കമ്മേട്ടിലൊക്കെ ഉണ്ട് വലിയ കാറ്റാടി യന്ത്രങ്ങൾ. എന്തിനാണ്? കാറ്റിനെ ആശ്രയിച്ചാണ് ആ പങ്ക തിരിച്ച് വെച്ചിരിക്കുന്നത്. കാറ്റ് വരുന്നതനുസരിച്ച് കൊണ്ട് ആ പങ്ക കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ടർബൈൻ കറങ്ങിയിട്ട് ജനറേറ്റ് ചെയ്തിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കും. കറണ്ടിൻ്റെ ഉൽപ്പാദനം കാറ്റിനെ ആശ്രയിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഉടമ്പടി ആശ്രയിക്കുന്നത് കർത്താവിൻ്റെ സത്യസന്ധതയിലും കർത്താവിൻ്റെ നീതിയിലുമാണ് ഉടമ്പടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. എന്താ കാര്യം? കർത്താവ് പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാടിൻ്റെ പുസ്തകം വരെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള എല്ലാ കൊടുക്ക വാങ്ങലുകൾക്കും ഇടപാടുകൾക്കും ഒറ്റ ഫോർമുലയേ ഉള്ളൂ. എന്താണ്? കവനൻറ്റ്, ഉടമ്പടി. ഒറ്റ ഫോർമുലയേ ഉള്ളൂ. ആദ്യം തന്നെ തുടങ്ങണ തന്നെ ഈ ഉടമ്പടിയുടെ നിശ്വാസമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എന്താ പറഞ്ഞത്? ഉൽപ്പത്തി 1:22 സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന് കൊടുത്ത ആദ്യത്തെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനമാണ് പിന്നീട് ഉൽപ്പത്തി പുസ്തകം, വെളിപാട് പുസ്തകം വരെ
പലപ്പോഴും റിവൈസ് ചെയ്യണത് കാലങ്ങൾക്കൊപ്പം. ആദ്യത്തെ അതുകൊണ്ട് നമ്മൾ ജന്മാവകാശം എന്ന് പറയത്തില്ലേ, ജന്മാവകാശം എന്ന് പറയാൻ എന്താണ്? ജന്മിത്വം. അതായത് പാരമ്പര്യമായിട്ട് നമ്മൾക്ക് ജീവനാംശം പോലെ പകർന്നു കിട്ടിയതാണ്. അതാണ് ജന്മാവകാശം എന്ന് പറയണത്. ജന്മാവകാശം ഒരു കടിഞ്ഞൂൽ അവകാശം പോലെയാണ്. ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ ഒരു കടിഞ്ഞൂൽ അവകാശമാണ്. എന്താണ്? മനുഷ്യനെ ജനിപ്പിച്ചപ്പോൾ ഇവിടെ ജീവിക്കാനും പുലരാനും വേണ്ടി ദൈവം കൊടുത്ത കന്യ അനുഗ്രഹമാണ്. എന്താണ്? സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കുവിൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഭൂമിയെ കീഴടക്കാൻ പറയുമ്പോൾ ഓരോരോ കാലങ്ങളിൽ നമുക്ക് നൽകിയ ഭൂമി എന്താണ്? ജീവിതത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളാണ്. ജീവിതത്തിൻ്റെ ഇപ്പം ഉദാഹരണത്തിന് കർത്താവെ അങ്ങയുടെ അരൂപിയെ അയക്കുക, ഭൂമുഖം നവീകരിക്കപ്പെടട്ടെ എന്ന് സങ്കീർത്തനമില്ലേ? കർത്താവെ അങ്ങയുടെ അരൂപി അയക്കുക, ഭൂമുഖം. അപ്പോൾ ഭൂമുഖം നവീകരിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പുകാരെ പോലെ ഉള്ള പുല്ലെല്ലാം വെട്ടി മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ല, ഭൂമിയുടെ മുഖം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ ഹൃദയമാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. കർത്താവെ അങ്ങയുടെ അരൂപിയെ അയക്കുക, ഭൂമുഖം നവീകരിക്കട്ടെ, മനുഷ്യൻ്റെ ഹൃദയം നവീകരിക്കട്ടെ. അതുപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാൻ. ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞാൽ എന്താണ്? ഭൗതിക സാഹചര്യത്തെ കീഴടക്കാൻ. ഓരോരുത്തർക്കും ഓരോ ഭൗതിക സാഹചര്യമാണ്. ഇപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ? എന്ത് സാക്ഷ്യം പറഞ്ഞത്? 9 പ്രാവശ്യമായിട്ട് IELTS എഴുതി പരാജയപ്പെട്ടിരിക്കണം. 9 പ്രാവശ്യമായിട്ട്. അപ്പോൾ 9ാമത്തെ പ്രാവശ്യം 8ാമത്തെ പ്രാവശ്യം തോറ്റപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ കഴിവ് കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത്? ദൈവത്തിൻ്റെ ഉടമ്പടി ഫോർമുലയിൽ അതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമാക്കി. അറിയെന്താണ്? ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൗതിക സാഹചര്യത്തെ കീഴടക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവളുടെ ഭൗതിക സാഹചര്യം എന്താണ്? വിദ്യാഭ്യാസമാണ്. അവൾക്ക് കീഴടക്കാൻ പറ്റണില്ല. അവൾക്ക് കൊടുത്തിരിക്കുന്ന ബുദ്ധി കൊണ്ട്, അവൾക്ക് കൊടുത്തിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവളുടെ ഭൗതിക സാഹചര്യത്തെ അവളുടെ ഭൂമിയെ കീഴടക്കാൻ പറ്റണില്ല. അതുതന്നെയാണ് പറഞ്ഞത്. വണ്ടി വാങ്ങിച്ചു, പക്ഷേ ഭൗതിക സാഹചര്യങ്ങൾ പ്രതികൂലമായി. ഇപ്പോൾ കർത്താവ് പറഞ്ഞു, നീ വീട് വെക്കാൻ നോക്കേണ്ട കാര്യമില്ല, മറിച്ച് നിനക്ക് വഴി തരും, വഴി കൊണ്ടുവന്ന് വീട്ടിൽ തരും. എന്താണ്? അവൾ ഉടമ്പടിയിൽ വിശ്വസ്തയായി നിൽക്കുകയാണ്. അവളുടെ ഭൂമി കീഴടക്കപ്പെടുകയാണ്. ഭൂമിയെ കീഴടക്കുക, നിൻ്റെ ഭൗതിക സാഹചര്യത്തിൻ്റെ വെല്ലുവിളികളെ പ്രതിരോധിക്കുകയാണ് ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം. കൈ അടിച്ച് കർത്താവ് ഞങ്ങളുടെ ജീവിത ഭൗതിക സാഹചര്യങ്ങളെ ഞങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നേടുവാനായി ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് അവകാശം തന്നു. ഞങ്ങളുടെ സ്വോത്രം കർത്താവ്. ഹല്ലേലൂയ. 3 പാപം വെച്ച് 3 മാസം കഴിയുമ്പോൾ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ടേയിരിക്കും. എന്താ? ലോകം ആധിപത്യം നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിന് വേണ്ടി ഹൃദയത്തെ തിരിച്ചു പിടിക്കുന്ന പ്രക്രിയയാണ് പാപം ഉപേക്ഷിക്കുക എന്ന് പറയണത്. കാര്യം പാപം പെരുകിയപ്പോഴാണ് ആദ്യം കൊടുത്ത കടിഞ്ഞൂൽ അവകാശം നഷ്ടപ്പെടും. പ്രളയം വന്നു, ജലപ്രളയം വന്നു, ഭൂമിയുടെ മുഖം ചീഞ്ഞഴുകി പ്രേതങ്ങൾ ഒഴുകി നടന്നപ്പോൾ അപ്പോഴും ദൈവത്തിൻ്റെ കൂടെ വിശ്വസ്തനായി നിന്നൊരു മനുഷ്യനോട് പറഞ്ഞു, നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് വീണ്ടും തിരിച്ചു പിടിക്കാൻ കഴിയും. I will bless, I will give a greenery as I give you a greenery earth. 9:3 നമ്മൾ വായിക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ. നോഹിനോട് ചെയ്തതാണ്. പച്ചയായ ഹരിത സസ്യങ്ങൾ നിനക്ക് ഭക്ഷണമായി തന്നതുപോലെ നിൻ്റെ ഭൗതിക മേഖലകളെ ഞാൻ അനുഗ്രഹിക്കും. പ്രളയം വന്ന് എല്ലാം നശിച്ചു പോയി ചീഞ്ഞു പോയതാ, പിന്നെയും വീണ്ടും പച്ച പിടിപ്പിച്ച് കൊണ്ടുവരികയാണ്. ഉടമ്പടിയുടെ ഒരു തിരി പച്ചത്തിരിയല്ലേ? എന്താ കാര്യം? അഭിവൃദ്ധിയുടെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ നിറമാണ്. നിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ ഞാൻ പച്ചപ്പിടിപ്പിക്കുമെന്നുള്ള വചനത്തിൻ്റെ അതിൻ്റെ അന്തരാർത്ഥം ഉൾക്കൊള്ളുന്ന ഉൽപ്പത്തി 9:3 അടിസ്ഥാനത്തിലാണ്. നഷ്ടപ്പെടുന്നത് കടമാണ്. ഇപ്പം സാമ്പത്തിക ബാധ്യതകൾ ഈ ആഴ്ചത്തെ മെയ് മാസത്തെ 10 മുഴുവനും
കുറേയധികം സാമ്പത്തിക പരാധീനത വന്ന് അന്യാധീനപ്പെട്ടു പോയവർ ഉടമ്പടി വഴി വീണ്ടെടുക്കുന്ന സാക്ഷ്യങ്ങളാണ് ചേർത്തിരിക്കുന്നത്. കാര്യം എന്താണ്? സാമ്പത്തിക വിഷയം ഒരു വല്ലാത്ത വിഷയമാണ്. അത് ഭൗതിക സാഹചര്യങ്ങളെ തകർത്ത് കളയുന്നതാണ്. അപ്പോൾ സാമ്പത്തിക വിഷയങ്ങളെല്ലാം നഷ്ടപ്പെട്ടതെല്ലാം പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ളത് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ തിരിച്ചു പിടിക്കുന്നത് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എബ്രാഹുമായിട്ടും ദൈവം ചെയ്യുന്നത് എന്താണ്? സന്താനം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സന്താനവും സന്താനത്തിൻ്റെ അഭിവൃദ്ധിയും. എബ്രാഹത്തിനോട് ദൈവം എന്താ പറയണത്? ഈ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശമൊക്കെ നിനക്ക് നിൻ്റെ സന്തതികൾക്കുമായി ഞാൻ അവകാശമായി നൽകും. ദേശമുണ്ട്, അതിൻ്റെ അകത്ത് ഭൗതിക സാഹചര്യം ഉണ്ടാവും. ഈ ഭൗതിക സാഹചര്യം അനുഭവിക്കുന്നത് ആരാണ്? നമുക്ക് ശേഷം നമ്മളുടെ സന്താനങ്ങളാണ്. അതാണ് ഉടമ്പടി 2 ഘട്ടങ്ങൾ വരുന്നത്. മനുഷ്യരും ഭൗതിക സാഹചര്യങ്ങളാണ്. അപ്പോഴും ദൈവം പറഞ്ഞ് എബ്രാഹാം വളരെ കർശനമായിട്ട് പറഞ്ഞു, അതായത് എനിക്ക് നീ തരുന്ന സമ്പത്തും സാഹചര്യങ്ങളും എൻ്റെ മകൻ തന്നെ അനുഭവിക്കാൻ എൻ്റെ രക്തത്തിൽ എനിക്ക് മകനെ തന്നെ എന്ന് പറഞ്ഞ് തരണമെന്ന് നിർബന്ധം പിടിച്ചില്ല, നീ തന്നില്ലല്ലോ എന്നാണ് സങ്കടപ്പെട്ടത്. അപ്പോൾ ദൈവം പറഞ്ഞു, നിൻ്റെ രക്തത്തിൽ തന്നെ നിനക്ക് എലിയാസർ, ഡമാസ്കസ്കാരൻ എലിയാസർ നിൻ്റെ അധ്വാനം ഭക്ഷിക്കത്തില്ല, നിനക്ക് നിൻ്റെ സ്വന്തം കുഞ്ഞിനെ ഞാൻ നൽകും. സ്വന്തം കുഞ്ഞ് എപ്പോഴും ദൈവത്തിൻ്റെ ഒരു വിഷയമാണ്, സ്വന്തമെന്ന് പറയണത്. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും അതായത് സ്വന്തം എന്ന് പറയുന്നത് കാര്യം ആദ്യമേ തന്നെ ദൈവം കൊടുക്കുന്ന അനുഗ്രഹം സ്വന്തമായ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് അനുഗ്രഹം നഷ്ടപ്പെടുമ്പോഴേ ആ നഷ്ടപ്പെട്ട അനുഗ്രഹം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈജിപ്തുകാരുടെ കൂട്ടത്തിൽ നിന്ന് വേണമെങ്കിൽ ഈജിപ്തിൽ ഇസ്രയേലിന് ഒരു സ്ഥലം നിശ്ചയിച്ച് കൊടുത്തിട്ട് അവിടെ അവരെ താമസിപ്പിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയല്ല, തൻ്റെ വചനം കേൾക്കുന്നവരെ, തൻ്റെ വാക്ക് വിശ്വസിച്ച് ജീവിക്കുന്നവരെ, തന്നോട് ഉടമ്പടിയുള്ളവരെ ഉടമ്പടി സമൂഹമായിട്ട് വിശ്വാസത്തിൻ്റെ അവസാന പുരോഗതി വരെ അറിഞ്ഞ് ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ മനസ്സാണ്. അതുകൊണ്ടാണ് ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറും. എന്താ കാര്യം എന്നാ? അതുകൊണ്ടാണ് മോശസ് ദൈവത്തോട് പറയുന്നത്, കർത്താവേ അങ്ങയുടെ സ്വന്തം ജനത്തെ അങ്ങ് ഓർക്കണമേ എന്ന്. 33:14 വായിക്കുമ്പോൾ സ്വന്തം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അങ്ങയുടെ സ്വന്തം ജനത്തെ അങ്ങ് അനുസ്മരിക്കണം. പുറപ്പാട്, അങ്ങയുടെ സ്വന്തം ജനത്തെ അങ്ങ് അനുസ്മരിക്കണമേ എന്നാണ്. ഉടമ്പടി ചെയ്യുന്ന ഓരോ മകനും മകളും ഓർക്കണം, ഇതുവഴി ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തമായി തീരുമ്പോൾ നമ്മൾക്ക് എന്താണ് വരണത്? സാന്നിധ്യം വരും, ദൈവത്തിൻ്റെ സാന്നിധ്യം വരും. അതുകൊണ്ടാണ് ദൈവം ഉടനെ ആ വാക്ക് മോശസ് പ്രാർത്ഥനയിൽ ഉപയോഗിച്ചപ്പോഴാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ എൻ്റെ സ്വന്തമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ വരും എന്ന് പറയണത്. ദൈവം സ്വന്തമായത് കൊണ്ടാണ് കൂടെ വരണത്. സ്വന്തമല്ലെങ്കിൽ കൂടെ വരേണ്ട കാര്യമില്ല. ശരിക്കും ആരെങ്കിലും കൂട്ടി വിട്ടാലും മതി. സ്വന്തമായത് കൊണ്ടാണ്. പക്ഷെ ദൈവം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് ദൈവത്തിന് തോന്നണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടിയുടെ കാര്യത്തിൽ കർക്കശം പാലിക്കണത്. ഇപ്പോൾ പുറപ്പാടിൻ്റെ 33, 13, 14, 15, 16 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഐ വിൽ കം വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെ വരും. കാര്യം എന്താണ്? നിങ്ങൾ എൻ്റെ സ്വന്തമാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും സ്വന്തമാകാം. 3 മാസത്തേക്ക് സ്വന്തമായാൽ മതിയല്ല, അത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാമല്ല ഭർത്താവിരിക്കേണ്ട പാട്ട് ഭർത്താവിരുന്നില്ലെങ്കിൽ പട്ടി കയറിയിരിക്കുമെന്ന്, അല്ലേ? അതൊരു പഴഞ്ചല്ല. അതുപോലെ ദൈവത്തെ ഇരുത്തേണ്ട പാട്ട് ദൈവം ഇരുന്നില്ലെങ്കിൽ അത് ബ്ലാങ്കൊന്നും ആകത്തില്ല, പിശാച് കയറി ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ 3 മാസത്തേക്ക് സ്വന്തവും 3 മാസം കഴിയുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ സ്വന്തമല്ലാതെ ആയിരിക്കുകയും ചെയ്താൽ ദൈവത്തിനറിയാൻ നേരത്തെ നിങ്ങൾ കാര്യം കാണാൻ വേണ്ടി IELTS പാസ്സാക്കാൻ വേണ്ടി തൽക്കാലത്തേക്കുള്ള പ്രാർത്ഥനയും ഉപവാസമൊക്കെയാണ്. അത് കഴിയുമ്പോൾ പഴയ ചുറ്റിക്കളിയൊക്കെ തുടങ്ങുമെന്ന് അറിയാം. കലാപരിപാടിയൊക്കെ കയ്യിലുണ്ടല്ലോ, അതെടുക്കും, പുറത്തെടുക്കും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം.
ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഓർക്കണം, ദൈവത്തിൻ്റെ സ്വന്തമാവുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാകും. കാര്യം കാണാൻ വേണ്ടി കർത്താവിൻ്റെ കൂടെ നിർത്തുകയും കാര്യം കണ്ടു കഴിയുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞിട്ട് നീ സാത്താൻ്റെ പുറകെ പോവുകയും ചെയ്താൽ നീ അവിശ്വസ്തയാണ്. അവിശ്വസ്തത എന്ന് പറയുമ്പോൾ അവിശ്വസ്തരുടെ ഓഹരിയായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞിട്ട്, തീത്തടാകം എന്ന് പറഞ്ഞിട്ട് പറയും അവിശ്വസ്തരുടെ ഓഹരിയായിരിക്കും അവർക്ക് ലഭിക്കുകയെന്ന്. അപ്പോൾ അവിശ്വസ്തരുടെ ഓഹരി എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ പോകത്തില്ല. അതുകൊണ്ട് അവിശ്വസ്തത കാണിക്കാതിരിക്കാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി വിഷയങ്ങളിൽ ഭൗതിക സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തി എടുത്തിട്ട് നിന്നെ ഉപേക്ഷിക്കുന്ന കാപട്യം കാണിക്കാതെ വെളിപ്പാടിന്റെ പുസ്തകത്തിലെ അവിശ്വസ്തരുടെ ഓഹരി അവകാശമാക്കുന്ന ഹതഭാഗ്യരാകാതെ ഈശോ ഞങ്ങളെ വിശ്വാസത്തിലെ വിശ്വസ്തതയില് നിലനിർത്തണമേ. നിത്യതയോളം അങ്ങയുടെ കൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉടമ്പടി വചനങ്ങളെ ഇപ്പം ദൈവത്തിന് വാഗ്ദാനം എന്താണ്? ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരും. ആ ഞാൻ നിങ്ങളുടെ കൂടെ വരും എന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി കാശുരൂപം ബ്ലസ് ചെയ്ത് തന്നിരിക്കുന്നത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതാരും കൈമോശം വരികയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യരുത്. ഉടമ്പടി കാശുരൂപം വേറെ എത്ര കാശുരൂപം വേണമെങ്കിലും വ്യഞ്ചരിച്ചത് ഇവിടുന്ന് കിട്ടും. പക്ഷെ ഉടമ്പടി കാശുരൂപം ഒരെണ്ണം മാത്രമേ കിട്ടത്തുള്ളൂ. അതിൻ്റെ ആ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്താൽ മതി. ഓരോ മനുഷ്യന്മാരും പറയുന്ന സാക്ഷ്യങ്ങൾ ഉടമ്പടി ആശീർവത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് അത്? കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നതാണ്. 12 പ്രാവശ്യം ആശീർവദിക്കും. 12 സ്ത്രീഹന്മാരുടെ മധ്യസ്ഥതയിലാണ് 12 പ്രാവശ്യം പൗരോഹിത്യ വിധിപ്രകാരം അത് ആശീർവദിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ 12 പ്രാവശ്യം ആശീർവദിക്കുമ്പോൾ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് റോമ 10:9 വചനം അനുസരിച്ചുകൊണ്ട് ആശീർവദിക്കുമ്പോൾ ദൈവം കർത്താവ്, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കുന്ന വലിയ 1 കൊറിന്ത്യസ് 15:26 വചനം അനുസരിച്ചുകൊണ്ട് ആ വിശ്വസിക്കുന്ന വ്യക്തിയിൽ ദൈവം വസിക്കുന്നിടത്തോളം കാലം ആ വിശ്വാസം വഴിയാണ് ദൈവം നമ്മൾ വസിക്കുന്നത്. ആ വസിപ്പ് കൊണ്ട് തന്നെ നമ്മൾക്കുണ്ടാകുന്ന ഭൗതിക പ്രതിസന്ധികളും രോഗങ്ങളെല്ലാം നമ്മളുടെ ചുറ്റുവട്ടങ്ങളിലായിരിക്കും. ഇന്നലെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടായിരുന്നു. എന്താണെന്നറിയാവോ? ഇന്നും അതുപോലൊരു സാക്ഷ്യം കേട്ട്. നാക്കിൽ ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ മോള് നിന്ന് കരയുക. അവൾ ആദ്യം അപ്പൻ്റെ നാക്കിൽ ക്യാൻസർ, അപ്പം അപ്പനെയും കൂട്ടിയാണ് ആശുപത്രി വിട്ടപ്പോൾ അവൾക്ക് പോകാൻ സങ്കടമായതുകൊണ്ട് അവൾ പോയില്ല. അവൾ പോകാതെ അനിയനെ കൂട്ടി വിട്ട്. പക്ഷേ മരുന്ന് കഴിച്ചിട്ടും ആൻറ്റിബയോട്ടിക്സ് എടുത്തിട്ടും നാക്കിലെ ഇതിങ്ങനെ പൊങ്ങി വരുന്ന കാരണം അവൾക്ക് പേടിയായി. അപ്പം അതുകൊണ്ട് അവൾ പിന്നെ അപ്പൻ്റെ കൂടെ ആശുപത്രിയിൽ പോയി ഡോക്ടറിനോട് പ്രൈവറ്റായിട്ട് സംസാരിക്കും. അപ്പോൾ പ്രൈവറ്റായിട്ട് സംസാരിക്കുമ്പോൾ ഡോക്ടർ ഇത് മൊത്തമായിട്ട് ഡയഗ്നോസ് ചെയ്യാത്ത കാരണം ഉറപ്പിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഇവൾ ബോധം കെട്ട് വീഴും. അതുകൊണ്ട് ന്യൂട്രലായിട്ടാണ് ഡോക്ടർ പറയണത്. പക്ഷെ അപ്പന് കാര്യം മനസ്സിലായി. അപ്പം വണ്ടിയിൽ കയറിയ സമയത്ത് പറഞ്ഞു, മകളെ അപ്പൻ്റെ നാക്ക് മുറിച്ച് മാറ്റേണ്ടി വരുമായിരിക്കും അല്ലേ? അപ്പം ഇവിടെ കരഞ്ഞുകൊണ്ട് പറയും ഇല്ലപ്പ എന്ന് പറയും. എന്നിട്ട് വന്ന് മാതാവിൻ്റെ മുമ്പിൽ ഉടമ്പടി ചെയ്ത് വെച്ച് മാതാവിൻ്റെ മുമ്പിൽ കണ്ണീരോടെ എൻ്റെ അപ്പൻ്റെ നാക്ക് മുറിക്കല്ലേ കർത്താവ്. ഉടമ്പടി തൈലവും തേനും കൂടി കൂട്ടി വിശ്വാസ പ്രമാണം ചെല്ലും. ഉടമ്പടി തൈലവും തേനും കൂടി കൂട്ടിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അപ്പനെ നാക്കിൽ ആ പരുവിൽ വെച്ച് കൊടുക്കും. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു വെള്ളപ്പാട് മാത്രമേ ഉള്ളൂ അവിടെ. ഉടമ്പടി നേർച്ച വസ്തുക്കളിലേക്ക് എപ്പോഴും എൻ്റെ മക്കൾക്കുണ്ടാകുന്ന സംഭവം, ഞങ്ങൾ ഇവിടുന്ന് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ നേർച്ച വസ്തുക്കളെ വ്യഞ്ചരിച്ച് തരേണ്ടത്. പക്ഷെ പകുതി നിങ്ങളുടെ കയ്യിലായിരിക്കണത്. എന്താ കാര്യം എന്നറിയാവോ? നിങ്ങൾ ഈ പവർ ആക്ടിവേറ്റ് ചെയ്യണം.
നമ്മൾ രക്ഷ പ്രാപിക്കുകയല്ലേ ചെയ്യണത്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവന് മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ രക്ഷ എന്ന് പറയുന്ന ലൂക്ക 2:30 ഈ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയായ ഈശോനെ നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത് അല്ലേ. ഈശോനെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രാപിച്ചാൽ സൗഖ്യമായി മാറും. ഈശോനെ നമ്മുടെ ജീവിത മണ്ഡലങ്ങളിലേക്ക് വ്യാപിച്ചാൽ അനുഗ്രഹമായി മാറും. ഈശോനെ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രാപിച്ചാൽ കൃപയായി മാറും. നിത്യതയാണ് അതിൻ്റെ വാഗ്ദാനം. ഇങ്ങനെ ഇതിൻ്റെ എല്ലാ ഫോർമുലയും നമ്മൾ അറിയണം. ഓരോ വചനങ്ങൾക്കും ഇപ്പം നമ്മൾ രക്ഷ എന്ന് പറയുന്നത് ഈശോനെ നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത്. അതാണ് പൗലോസ് 10:9 പറയണത്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. അധരം കൊണ്ട് യേശു കർത്താവാണെന്ന് ഏറ്റു പറയുന്ന അനുസരിച്ച് കൊണ്ട് ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പോഴാണ് രക്ഷ പ്രാപിക്കണത്. അപ്പോഴിങ്ങനെ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോഴും ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴുമാണ് നമ്മൾ ഈശോനെ പ്രാപിക്കണത്. ഈശോനെ പ്രാപിച്ച് ശരീരത്തിലേക്കാണ് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്നാ സംഭവിക്കണത്? അത് സൗഖ്യമായി മാറും. ഇപ്പോൾ ഒരു മോള് കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറഞ്ഞില്ലേ, അവൾ എത്ര ലിറ്റർ ബ്ലീഡിങ് എന്ന് അവൾക്ക് അറിയത്തില്ല. അന്ന് ബ്ലീഡിങ് ആണ്, പക്ഷേ എത്ര ലിറ്ററാണെന്ന് അറിയത്തില്ല. അവശയായിപ്പോയി, പുറത്തോട്ട് ഇറങ്ങാനും പറ്റണില്ല. ജീവിതമാണെങ്കിൽ ഒരു ജോലിയുണ്ട്, അത് ഫീൽഡ് വർക്കാണ്. അപ്പോൾ ബ്ലീഡിങ് ഉള്ളവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് വർക്ക് നടക്കത്തില്ല. അപ്പോൾ ജീവിത വഴിയും മുട്ടി. നോക്കിയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഒരു വലിയ ശരീരത്തിൻ്റെ ഉള്ളിൽ, യൂട്രസിൻ്റെ ഉള്ളിൽ ഒരു ദശ വളരുകയാണ്. അപ്പോൾ ഇവർക്ക് ഓപ്പറേഷൻ എന്നാ പേടിയാണെന്ന് തോന്നണം. അതുകൊണ്ട് ഇവൾ ഹോമിയോയിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ഹോമിയോ ഡോക്ടർ പറഞ്ഞ് ഇത് 1 കൊല്ലം മരുന്ന് കഴിക്കുമ്പോൾ ഇത് ചുങ്ങിപ്പോകുമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 1 കൊല്ലം മരുന്ന് കഴിക്കണവരെ ബ്ലീഡിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ബാത്റൂമിലൊക്കെ പോയാൽ ബേസത്തിൻ്റെ അകത്ത് വെള്ളം പോണ പോലെയാണ് ബ്ലഡ് പോണത്. അത്ര അവൾ പറഞ്ഞു, ഞാനിങ്ങനെ തുറന്ന് പറയുകയാണ്, കാരണം ഞാൻ അത്രയും അനുഭവിച്ചതാണെന്ന് പറയുകയാണ്. എന്നാൽ അവസാനം എന്നാ ചെയ്യണത്? ഇവിടെ അവൾ വന്നിട്ട് ചെയ്തതെന്ന് പറയണത്, ഉടമ്പടി എടുത്തതിന് ശേഷം, ശരിക്കും പറഞ്ഞാൽ അവൾ ഉടമ്പടി എടുത്തില്ല. ഉടമ്പടി നിഷേധം പറഞ്ഞൊരു മോൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ ഉടമ്പടി എടുത്തിട്ട് ഈ ഇവർ കൂട്ടുകാരത്തിയോ ബന്ധുവോ ആണ്, ഇവരുടെ ജീവിതം ഇങ്ങനെ തകരണ കണ്ടിട്ട് അവൾക്ക് ഇവിടെ ഒന്നും ഉടമ്പടിയോ ബസ്സിൽ യാത്ര ചെയ്യാനോ ഒന്നും പറ്റത്തില്ല, അത്ര ബ്ലീഡിങ്ങാണ്. അത് കാരണം ഇവിടെ എന്നാ ചെയ്ത്, ഉടമ്പടി തൈലം കൊണ്ടുപോയി അടിവയറ്റിൽ ഒരു കുരിശിട്ട്, നിഷ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പ്രവർത്തകയാണ്. എന്നാ സംഭവിക്കണം, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യൂട്രസിൽ നിന്ന് ഒരു സംഭവം ഇറങ്ങി താഴേക്ക് വന്നു. അവൾ നോക്കിയപ്പോൾ ഏതാണ്ട് ഒരു 7-8 സെൻറ്റിമീറ്റർ ഉണ്ട്, ഒരു 100 ഗ്രാമത്തോളം ഉണ്ട്. ഒരു മാംസപിണ്ടാണ് ഇറങ്ങി വന്നത്. ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു. അപ്പോൾ കുറച്ച് ആശ്വാസമായി. പിന്നെ എന്ത് ചെയ്ത്, നിഷ പിറ്റേ ദിവസം പോയിട്ട് വെഞ്ചരിച്ചൊരു കാശുരൂപം അവൾക്ക് കൊടുത്ത്. അവൾ പറയണത്, ഞാനത് ഭക്തിയോട് കൂടി, തലേ ദിവസത്തെ എക്സ്പീരിയൻസ് ഉണ്ടായത് കാരണം ഭക്തിയോട് കൂടി ഞാനത് നെഞ്ചത്ത് വെച്ച് കഴുത്തെ കെട്ടി വെച്ചെന്ന്. അപ്പോഴും ബാത്റൂമിൽ പോകാൻ തോന്നി. അപ്പോഴുണ്ട് ബാത്റൂമിൽ ചെന്നപ്പോഴുണ്ട് വേറെ ഒരു കഷ്ണം ഇറങ്ങിപ്പോയെന്ന്. ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ ഒരു 6 മാസം ബ്ലീഡിങ് ആയിട്ടുള്ള സഹോദരിയാണ്. ഓരോരുത്തർ എത്താതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് നമ്മൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മളുടെ വിശ്വാസത്തെ ദൈവം മാനിക്കും. ഇപ്പം അത് അനുഭവിക്കേണ്ട രോഗിക്ക് വിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളുടെ വിശ്വാസത്തിൽ, അതുകൊണ്ട് ഈശോ പറയും 9:2 തളവാരോഗീനെ കട്ടിലോടുകൂടി താഴേക്ക് കെട്ടിയിറക്കുമ്പോൾ കർത്താവ് മേലോട്ട് നോക്കിയിട്ട് പറയും, ആ കെട്ടിയിറക്കുന്നവരുടെ വിശ്വാസം കണ്ട് അവൻ തളവാരോഗിയോട് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അപ്പോൾ ആരുടെ വിശ്വാസമാണ് കണ്ടത്? കെട്ടിയിറക്കുന്നവരുടെ വിശ്വാസമാണ് കണ്ടത്. ഉടമ്പടി ചെയ്ത വ്യക്തികൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും, കൊടുത്തു വിടാതിരുന്നാൽ മതി നേർച്ച വസ്തുക്കൾ. ഉടമ്പടി ചെയ്ത വ്യക്തികൾക്ക് നേരിട്ട് പോയി ചെയ്യാം, അല്ലാതെ ആടത്തും കൊടുത്തു വിടരുത്. അത് മണ്ടത്തരമാണ്. കാര്യം നമ്മളുടെ വിശ്വാസത്തിലാണ് പിന്നെ ദൈവം മാനിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ
ആ നേർച്ച വസ്തുക്കളെ എന്തുമാത്രം ആഴമായിട്ട് നമ്മൾ വിശുദ്ധ വചനങ്ങളെ വിശ്വസിക്കാൻ നമ്മളെല്ലാ ദിവസവും ഉണ്ടല്ലോ ഈ വിശ്വാസം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം ഞങ്ങൾ നിങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനം തരണില്ലേ? പ്രേക്ഷിത പ്രവർത്തനം എന്താണ്? വെയിലും കൊണ്ട് നടന്ന് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അപ്പോൾ ആ ചേച്ചി ഇന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാൻ വാഴക്കാലായി ഇന്ന് എറണാകുളത്ത് നിന്ന് വരുന്ന വഴിക്കെല്ലാം പത്രം കൊടുത്ത് പോരും. എന്നിട്ട് അവരോട് പറയും, നിങ്ങളെ ഈ പത്രം സഹായിക്കും. എന്തിനു സഹായിക്കും? കർത്താവിനെ കാണാൻ സഹായിക്കും. ഇന്ന് സാക്ഷ്യം പറഞ്ഞ എല്ലാവരും തന്നെ പത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ പത്രം എന്തുമാത്രം വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞെന്നാ പറഞ്ഞത്, എനിക്ക് തോക്കുമെന്ന് ആൻസിയെന്ന് പറഞ്ഞപ്പോൾ സാക്ഷ്യം പറഞ്ഞില്ലേ, എനിക്ക് തോക്കുമെന്ന് ഉറപ്പായപ്പോൾ ഞാൻ ഫിസിക്കലിന് പോയത് എന്താ, എങ്ങാനും TB ഉണ്ടാകുമോ, TB ഉണ്ടാകുകയാണെങ്കിൽ TB സൂചന ഉണ്ട്, TB ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ ഒരു രാജ്യത്തും എനിക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ അമ്മ പത്രം കരിച്ച് കലക്കി എന്നെ കുടിപ്പിച്ചെന്ന്. ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യണില്ല, അത് അവരുടെ സ്വന്തമായിട്ട് അവർ ചെയ്ത വിശ്വാസ കാര്യങ്ങളാണ്, അതൊന്നും ഇവിടുന്ന് പ്രൊമോട്ട് ചെയ്യത്തില്ല. എന്നാലും അവരുടെ ഒരു വിശ്വാസമാണ്. എന്താണ്? അമ്മയുടെ പത്രമാണ്, അമ്മയുടെ പേരിൽ 12 തവണയാണ് ഞങ്ങളിത് വെഞ്ചരിക്കണത്. തുടങ്ങണ സമയം പോലെ വെഞ്ചരിപ്പ് തുടങ്ങും. നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിലും 12 പ്രാവശ്യം അത് വെഞ്ചരിച്ചിരിക്കും. കാര്യം എന്താ? ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയണത് നിങ്ങൾ അരച്ച് കലച്ച് കുടിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഇതൊന്നും കൃപാസനത്തിന് ബാധ്യതയുമില്ല. വിശ്വാസമില്ലാത്തൊക്കെ വല്ല കുടിച്ച് കിടന്ന് വല്ല വിഷമം പിടിച്ച് ആശുപത്രിക്കായപ്പോൾ ഞങ്ങൾ കൃപാസനത്തിന് പറഞ്ഞിട്ടാണ് പത്രം അരച്ച് കളിക്ക് കുടിച്ചതെന്ന് പറഞ്ഞ് ഞങ്ങളെ ഏക്കത്തില്ല. ഞങ്ങളത് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ചില ആന്തരികമായിട്ടുള്ള ബോധ്യങ്ങൾ ദൈവം കൊടുക്കുകയാണെങ്കിൽ അവരും ദൈവവും തമ്മിലുള്ള വിഷയമാണത്. അത് അവരും ദൈവവും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെ കാര്യമാണ്. അതിൽ ഞങ്ങൾക്ക് അത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങളും അത് ഏറ്റു പറയും. കാര്യം എന്നാൽ കർത്താവ് ചെയ്ത കാര്യങ്ങളല്ലേ. പക്ഷേ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴുണ്ട് ആ TBയുടെ പാടുകളും ഇന്നുമില്ല. അതവരിന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. അപ്പോൾ നേർച്ച വസ്തുക്കളെല്ലാം നമ്മൾ എന്തെങ്കിലും കാണിച്ചു വിടുകയല്ല, വളരെ ശക്തമായ രീതിയിൽ പ്രാർത്ഥിച്ചാണ് നിങ്ങൾക്ക് തരണത്. നിങ്ങളുടേക്കെന്ന് വരേണ്ട വിഷയം എന്താണ്? ഉടമ്പടി പ്രകാരമാണ് നിങ്ങൾ അതിനെ വിശ്വസിക്കണത്. ഇപ്പോൾ പത്രം വാങ്ങിക്കുന്നവരും കൊടുക്കുന്നവരും എന്താ ചെയ്യണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയാണ്. പത്രം കൊടുക്കുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും തോന്നിവാസം പറഞ്ഞാലും നിങ്ങൾ പറയും യേശു കർത്താവാണ്. ഞാൻ വഴി ഈ ജന്മത്തിനുള്ളിൽ കർത്താവിനെ അനേകം പേര് അറിയണം. കർത്താവിനെ അറിയാൻ ഞാൻ ഒരു നിമിത്തമാകും, ഞാനൊരു ഉപകരണമാകും. അതെന്താണ്? വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ വാഴക്കാല മുതൽ ടൗൺ വരെ പത്രം കൊടുത്തു എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. അവരാരണ്ടൊക്കെ ഉപദ്രവിക്കാൻ തോന്നിവാസമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് അവരതൊന്നും മൈൻഡ് ചെയ്തില്ല. അതൊന്നും കാര്യം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട്. നീ തനി വിശ്വാസിയാണെങ്കിൽ ഒരാക്ഷേപവും ഒന്നും ഏക്കത്തില്ല. കാര്യം എന്താ? നമ്മൾക്കെല്ലാം നിത്യരക്ഷയ്ക്ക് വേണ്ടി ആക്ഷേപം ഏറ്റൊരു ഗോട്ടിയായിട്ട് കിടക്കുന്നവനാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ പങ്കാളിത്ത ഉറപ്പാണ്. കൈ അടിച്ച് കർത്താവ് ചൊല്ലുക. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സംഭവങ്ങൾ? ഇപ്പം ഞാനൊരു അച്ഛനുമായിട്ട് എൻ്റെ മുറി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഉടമ്പടിയുടെ കാര്യങ്ങൾ സംസാരിക്കണ മുമ്പ് ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ 87 തുടങ്ങിയ ശുശ്രൂഷയാണ്. 100 ജപമാലയൊക്കെ വെച്ച് ഇങ്ങനെ തീർത്ഥാടനത്തിന് പോകുമ്പോൾ ചെല്ലുമ്പോഴും വഴിയാത്രയിൽ ചെല്ലുമ്പോഴും ദൈവം ഇങ്ങനെ ഓരോ കാലങ്ങളും കൃപാസനം ശുശ്രൂഷകളെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് തരും. അങ്ങനെയാണ് നമുക്ക് അഖണ്ഡ ജപമാലയൊക്കെ കിട്ടിയത്, അങ്ങനെയാണ് മരിയൻ കൃപാഭിഷേക ദേനം കിട്ടിയത്. അങ്ങനെയാണ് അതിൻ്റെ അവസാനമാണ് ഇപ്പോൾ ഉടമ്പടി പ്രാർത്ഥന കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടി പ്രാർത്ഥന വാഗ്ദാന പേടകത്തെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. വാഗ്ദാന പേടകത്തിലുള്ളത് എന്താണ്? മോസസിൻ്റെ 10 കൽപ്പന വചനം. രണ്ടാമത്തെ എന്താണ്? അഹറോൻ്റെ ഉണങ്ങിയ വടി പൂത്തതിൻ്റെ അടയാളം. മൂന്നാമത്തത് എന്താണ്? ആകാശത്തിലെ അപ്പം. ജനങ്ങൾക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ മോസസ് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം ആകാശത്തുനിന്ന് കർത്താവ് തരും. അപ്പോൾ എപ്പോഴും നമ്മൾ സംഭവിക്കണം എന്തറിയാമോ? നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ
അതുപോലെ നിങ്ങളുടെ ജീവിത മാർഗങ്ങളെ വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർ, ഇങ്ങനെ കുറേ കാര്യം ബുദ്ധിപരമായിട്ട് ആലോചിച്ചാൽ ഒരെത്തും പിടിയും കിട്ടത്തില്ല. ഉടമ്പടി ബുദ്ധിപരമായിട്ട് ആലോചിക്കുന്നതല്ല, ഉടമ്പടി സ്നേഹപരമായിട്ട് വിശ്വസിക്കുന്നതാണ്. ഉടമ്പടി ബുദ്ധിപരമായി ആലോചിക്കുന്നതല്ല. നിങ്ങൾ ബുദ്ധിപരമായിട്ട് ആലോചിക്കരുതെന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. കാര്യം എന്താണ്? ബുദ്ധിപരമായിട്ട് ആലോചിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഓൾജിബ്ര ഇക്വേഷനുമായിട്ടല്ല ബന്ധപ്പെടുന്നത്. നമ്മൾ ബന്ധപ്പെടുന്നത് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ സ്നേഹത്തിൻ്റെ സാന്നിധ്യമായ ദൈവവുമായിട്ടാണ്. കൈ അടിച്ചു കർത്താൻ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസനം എപ്പോഴുണ്ടാകുന്നു, എന്തിനുണ്ടാകുന്നു എന്നുള്ളതിനാണ് ഉടമ്പടി ഫോർമുല മറുപടി നൽകണത്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസനം, ദൈവശക്തിയുടെ ആവാസനം എപ്പോഴുണ്ടാകുന്നു, എന്തിനുണ്ടാകുന്നു? നമുക്ക് പറ്റാത്ത പണി, നമുക്ക് ചെയ്യാനാവാത്ത കാര്യങ്ങൾ, വൈദ്യശാസ്ത്രത്തിന് സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗങ്ങൾ, നമ്മുടെ ജന്മത്തിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത സാമ്പത്തിക കടങ്ങൾ, ഇങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളിന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മത്തിൽ നിങ്ങളുടെ കഴിവ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന്? ഇല്ല. ഇല്ല എന്ന് നമ്മൾക്ക് അറിയണ മുമ്പ് ദൈവത്തിന് അറിയാമായിരുന്നു. നിൻ്റെ കടങ്ങളൊന്നും നിന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന്. നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നിൻ്റെ മക്കളുടെ കള്ളത്തരവോ അവരുടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമോ അല്ലെങ്കിൽ നിൻ്റെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമോ സാമ്പത്തിക ബാധ്യതകളോ കടങ്ങളോ കള്ളക്കേസുകളോ നല്ല കേസുകളോ എന്ത് കേസുകളോ പാകുടമ്പടിയോ ഇങ്ങനെ നാനാവിധത്തിലുള്ള പ്രശ്നങ്ങൾ നിന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് നിനക്ക് മുമ്പേ അറിയാവുന്ന ആരാണ്? നിൻ്റെ ദൈവത്തിനാണ്. ഇല്ലേ? മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 70% പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള 70% പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതാണ്. ആ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ സംഭവിക്കും, എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്ത് വിഷമിച്ച് നമ്മൾ ഗ്യാസിന് അൾസർ പിടിക്കേണ്ട ഒരു കഥയുമില്ല. എന്താ കാര്യം? അതിനാണ് ഈ വാഗ്ദാന പേടകം തന്നിരിക്കുന്നത്. മോശസ് ചോദിച്ചതാണ്, ഈ ജനങ്ങളെ കൊണ്ട് പറ്റുമോ ജെറീക്കോ കോട്ട പിടിക്കാൻ? ഈ ജനങ്ങളെ കൊണ്ട് പറ്റുമോ ജോർദാൻ വറ്റിക്കാൻ? പറ്റത്തില്ല എന്ന് ദൈവത്തിനറിയാകൊണ്ട് ദൈവം പറഞ്ഞു, നിങ്ങളെ ചെയ്യണ്ട, ഞാൻ ചെയ്യും, ഞാൻ നിങ്ങളുടെ കൂടെ വരും. നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കണം. എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധി വ്യാപരിക്കാൻ വേണ്ടി 17:1 അനുസരിച്ചുകൊണ്ട് എബ്രാഹത്തിന് ഉടമ്പടി ചെയ്തപ്പോൾ സന്താനവും സ്ഥലവും കൊടുത്തപ്പോൾ ദൈവം പറഞ്ഞത് നീ എൻ്റെ മുമ്പാകെ നടക്കുക, വിശുദ്ധി പാലിക്കാനാണ് പറഞ്ഞത്. പക്ഷേ മോസസിനോട് പറഞ്ഞപ്പോഴെന്താ? നീ എൻ്റെ മുമ്പാകെ നടന്നാൽ പോരാ, നിൻ്റെ ജനതയെല്ലാം എൻ്റെ മുമ്പാകെ നടക്കണം. അവർ വ്യഭിചരിക്കരുത്, കക്കരുത്, മോഷ്ടിക്കരുത്, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. 10 കൽപ്പനകൾ കൊടുത്തു. എന്തിനാണെന്ന് അറിയുന്നത്? നമ്മുടെ വിശുദ്ധീകരണത്തിനാണ്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്? ഞാൻ നിങ്ങളുടെ കൂടെ വരും. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാകുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ എന്ത് സംഭവിക്കുന്നു? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വരും. അപ്പോഴാര് യുദ്ധം ചെയ്യും? പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. കൈ അടിച്ചു കർത്താവ്. അപ്പോഴേ ഈ കൽപ്പനകളുമായിട്ടാണ് മോശസ് ഇറങ്ങി വരണത്. ജനങ്ങളോട് പറയും, ഇനി നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, ഇനി നമ്മൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങളോ മുന്നോട്ടുള്ള ഭാവിയെ ഓർത്തോ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. നീ നിൻ്റെ IELTS ഓർത്തോ, നിൻ്റെ വസ്തുവിൽപ്പനയെ ഓർത്തോ, നിൻ്റെ അപ്പൻ്റെ രോഗത്തെ ഓർത്തോ, നിൻ്റെ സാമ്പത്തിക കടങ്ങളെ ഓർത്തോ, നീ ഇനി ദുഃഖിക്കേണ്ട കാര്യമില്ല. എന്താണ്? കർത്താവ് തന്നെ നമ്മുടെ കൂടെ വരും. പക്ഷെ കർത്താവ് പറഞ്ഞു, 10 കൽപ്പന തന്നു, 10 നിബന്ധന തന്നു. എൻ്റെ നിബന്ധന പാലിച്ചാൽ തേനും പാലും ഒഴുകുന്ന ദേശം നിനക്ക് അവകാശമായി നൽകുമെന്ന് നമ്മൾ ജെറമിയ 11:15. എൻ്റെ നിബന്ധനകൾ പാലിക്കുന്നവർക്ക് ജെറമിയ 11:4, 11:5, 6
എന്താണ്? എൻ്റെ നിബന്ധനകൾ, എൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കുന്നവർക്ക് തേനും പാലും ഒഴുകുന്ന ഭൂമി ഞാൻ അവകാശമായി നൽകും. കൈ അടിച്ച് കിടത്താണ്. കർത്താവ് നമ്മുടെ കൂടെ വരും. പക്ഷെ നിങ്ങൾ വ്യഭിചരിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, കക്കരുത്, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് 10 കൽപ്പന കൊടുത്തപ്പോഴേ ദൈവജനം സീനായ മലയുടെ അടിവാരത്ത് നിന്നുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ ഒരേ വാക്ക് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കർത്താവ് പറഞ്ഞതെല്ലാം ഞങ്ങൾ പാലിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, കർത്താവ് പറഞ്ഞതെല്ലാം ഞങ്ങൾ പാലിക്കും. അപ്പോഴാണ് ഉടമ്പടി ആകണത്. കർത്താവ് പറഞ്ഞത്, കർത്താവ് നമ്മുടെ കൂടെ വരുമെന്നുള്ളതും ജോർദാൻ വറ്റിക്കുമെന്നുള്ളതും ജീവിതത്തിൻ്റെ ജെറിക്കോ പിടിക്കുമെന്നുള്ളതും കർത്താവിൻ്റെ വാഗ്ദാനമാണ്. പക്ഷേ കർത്താവിൻ്റെ വാഗ്ദാനം എപ്പോഴാണ് നിറവേറുന്നത്? കർത്താവ് തന്ന നിബന്ധനകൾ നമ്മൾ പാലിക്കുമ്പോഴാണ്. അതുകൊണ്ട് ജനം പറയും, കർത്താവ് പറഞ്ഞതെല്ലാം ഞങ്ങൾ പാലിക്കും. പുറപ്പാട് 19:8. കർത്താവ് പറഞ്ഞതെല്ലാം ഞങ്ങൾ പാലിക്കുമെന്ന് പറയുമ്പോഴാണ് ഉടമ്പടിയാകണത്. ഉടമ്പടി ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കർത്താവിൻ്റെ സാന്നിധ്യം ആവശ്യിക്കും. കർത്താവിൻ്റെ സാന്നിധ്യം ആവശ്യിക്കും. എപ്പോഴും നമ്മുടെ കഴിവ് കൊണ്ടോ ശേഷി കൊണ്ടോ ശേമിഷി കൊണ്ടോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കർത്താവിൻ്റെ കരത്തിൻ്റെ ബലത്താൽ നിറവേറ്റപ്പെടും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഒരു ഫോർമുലയാണ് പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലും ലൂക്കാൻ്റെ സുവിശേഷത്തിലും ഒരേ ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. ലൂക്ക 1:38, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ എന്താ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി, ഏത് പറഞ്ഞേ? അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവശ്യിക്കും. അപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് മനുഷ്യൻ ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള ഞാൻ അനേക കഷ്ടപ്പാടുകൾ എങ്ങനെ പാകുടമ്പടി നടക്കും, എങ്ങനെ വഴി കിട്ടും, എങ്ങനെ ജോലി കിട്ടും എന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈവം നൽകുന്ന ഒറ്റ ഉത്തരമുണ്ട്. എന്താണ്? അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യിക്കുമെന്ന്. അത്യുന്നത ശക്തി ആരിലാണ് ആവശ്യിക്കണത്? ഉടമ്പടി പാലിക്കുമ്പോൾ, നമ്മൾ വാഗ്ദാന പേടകമാകുമ്പോഴാണ്. നമ്മൾ വാഗ്ദാന പേടകമാകുമ്പോഴേ. ഉടമ്പടി മാതാവിനെ വാഗ്ദാന പേടകമാക്കുകയല്ല, മാതാവിനെ വാഗ്ദാന പേടകമാക്കിയ ദൈവികമായ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാഗ്ദാന പേടകമാകുമ്പോഴാണ് നമ്മിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കുന്നത്. പുറപ്പാട് 40-35 അത്യുന്നതൻ്റെ ശക്തി വാഗ്ദാന പേടകത്തിൻ്റെ മേൽ ആവശ്യിച്ചു. കൈ അടിച്ച് കിടത്താൻ മനുഷ്യന് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴേ, ജോർദാൻ വറ്റിക്കാൻ മനുഷ്യൻ്റെ കഴിവുകൾക്ക് അപ്പുറമാണെന്ന് പറഞ്ഞപ്പോഴേ കർത്താവ് പറഞ്ഞു, വാഗ്ദാന പേടകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കും. നിങ്ങളായിരിക്കത്തില്ല, ഞാനായിരിക്കും നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. അമ്മയും അതാണല്ലോ ചോദിച്ചത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോഴെന്താ പറഞ്ഞത്? നീ വാഗ്ദാന പേടകമാകുക. നീയാകുന്ന വാഗ്ദാന പേടകത്തിൻ്റെ മേൽ അത്യുന്നതൻ്റെ ശക്തി ആവശ്യിക്കും. ലൂക്ക 1:35 വാഗ്ദാന പേടകത്തിൻ്റെ മേൽ അത്യുന്നതൻ്റെ ശക്തി ആവശ്യിക്കും. അമ്മ അതോടുകൂടി വാഗ്ദാന പേടകമാകുകയാണ്. അമ്മ വാഗ്ദാന പേടകമാണെന്ന് ലൂക്ക മാത്രമല്ല പറഞ്ഞത്, ഈശോ ആണയിട്ട് അടിവരയിട്ട് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആരാണ് എൻ്റെ അമ്മ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് എൻ്റെ അമ്മയെന്ന് ലൂക്ക 8:21-11:27 എന്താ പറഞ്ഞത്? അമ്മ എങ്ങനെയാണ് വാഗ്ദാന പേടകമായെന്ന്. അത്യുന്ന ശക്തി ആവശ്യിക്കുന്നത്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വീണ്ടും നിക്കോദേമോസ് ഈശോനോട് ചോദിക്കും, ഈശോ ഇതെങ്ങനെ സംഭവിക്കും? പ്രായമായി എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ പറ്റുമോ? അപ്പോൾ കർത്താവ് ചോദിക്കും, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? ആത്മാവിലും ജനിക്കുന്ന ആത്മാവല്ലേ? ജലത്തിലും ജനിക്കുന്ന ജലമല്ലേ? ഞാൻ നിങ്ങൾ പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞത് ആത്മാവ് ജയിക്കുന്നതാണ്. കൈ അടിച്ചു കർത്താണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട മർമ്മം എന്താ? പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് നടക്കാൻ നമ്മൾ അശക്തരാണ്. പിന്നെ നമ്മളെ ശക്തമാക്കുന്നത് എന്താ? എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഫിലിപ്പിയർ 4:13 പറയുന്നില്ലേ? എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. ഫിലിപ്പിയർ 4:13. അപ്പോൾ പല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ അശക്തരാണ്. പക്ഷേ നമ്മളെ ശക്തമാക്കിയാൽ നമുക്കെല്ലാം ചെയ്യാൻ കഴിയും. നമ്മളെ ശക്തമാക്കാൻ വേണ്ടിയുള്ള ദൈവികമായ ഫോർമുല എന്താണ്? അതാണ് ഉടമ്പടി.
നമ്മളെ വാഗ്ദാനപേടമാക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ അപ്പോസ്തലന്മാരെ നിർത്തിക്കൊണ്ട് പറഞ്ഞത്, എൻ്റെ അമ്മ മാത്രമല്ല വാഗ്ദാന പേടകം, ഈ ഇരിക്കണ എല്ലാം വാഗ്ദാന പേടകങ്ങളാണ്. എൻ്റെ ശിഷ്യന്മാർ വാഗ്ദാന പേടകമാണ്, എൻ്റെ ശിഷ്യകൾ വാഗ്ദാന പേടകമാണ്. ആര് ദൈവത്തിൻ്റെ വചനം കേട്ട് അതൊരു ജീവിച്ചാൽ ദയിരിക്കണം എൻ്റെ അമ്മ, ദയിരിക്കണം എൻ്റെ സഹോദരന്മാർ, ഇവരെല്ലാം വാഗ്ദാന പേടകമാണ്. കാര്യം എന്താണ്? അവരെല്ലാം കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാന പേടകമായി ജീവിക്കുന്നവരാണ്. അവരിലാണ് സുവിശേഷ വാഗ്ദാന പ്രകാരം ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കുന്നത്. നമ്മളിലും ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കാൻ വേണ്ടി നമ്മളെ വാഗ്ദാന പേടകമാക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ക്രമീകരണവും ദൈവത്തിൻ്റെ ആഗ്രഹവുമാണ് ഈ വാഗ്ദാനപരമായ ഉടമ്പടി പ്രാർത്ഥന. കർത്താവായ ഈശോയെ, അങ്ങനെ മക്കളെ വാഗ്ദാനപരമായിക്കൊണ്ട് നിന്റെ വചനങ്ങൾ പാലിച്ച് നിന്റെ വചനം ജീവിച്ചുകൊണ്ട് വാഗ്ദാനപരമായി ദൈവത്തിൻ്റെ കൃപയാൽ നിറയാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എഴുന്നേൽക്കുക. ഇപ്പോഴേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അച്ഛൻ പറയുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ കൊടിയ അഭിഷേകത്തിൽ നിന്ന് നിങ്ങൾ വാഗ്ദാന പേടകമായി, നിങ്ങളുടെ വാഗ്ദാന പേടകത്തിന് മേൽ കർത്താവിൻ്റെ ശക്തി, അതിൻ്റെ ശക്തി ആവശ്യിക്കുന്ന സമയമാണ്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു മോൾ സാക്ഷ്യം പറഞ്ഞില്ലേ, അച്ഛാ എനിക്ക് TBയുടെ അറ്റാക്ക് ആണ്, TBയുടെ എന്ത് സൂചന ഉണ്ടെന്ന് തോന്നാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മുതുകത്ത് തൊട്ടില്ലേ. കൈവെപ്പെന്ന് പറയണത് ഇപ്പോഴെ തുടങ്ങിയതല്ല, കർത്താവിൻ്റെ അനുഗ്രഹം കൈമാറാൻ വേണ്ടിയുള്ള ഭൗതികമായ മാധ്യമമാണ് കൈവെപ്പ്. അത് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നീ ഇപ്പോൾ കൈവെക്കണം. അത് മർക്കോസിൻ്റെ 16-17 അനുസരിച്ച് കൊണ്ട് വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നീ കൈവെക്കേണ്ട എവിടെയാണെന്ന് അറിയാവോ? നിനക്ക് ഉദരരോഗം ഉണ്ടെങ്കിൽ നീ ഉദരത്തിൽ കൈവെക്കണം. ഏതാണ് നിന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന രോഗം, അവിടെ കൈവെക്കണം. നിനക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ നീ ഇപ്പോൾ ബ്രസ്റ്റ് ബ്രസ്റ്റേ കൈവെക്കണം. നിനക്ക് നടുവേദനയാണെങ്കിൽ നീ നടുവിനെ കൈവെക്കണം. നിങ്ങൾക്കറിയാമല്ലോ, സാക്ഷ്യം നോക്കിയാൽ മനസ്സിലാകും, ശരീരത്തിൻ്റെ ഈ എല്ലാ രോഗങ്ങളെയും കൃപാസനത്തിൻ്റെ മണ്ണിലമ്മ സുഖപ്പെടുത്തും. അത് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ. പല രോഗങ്ങളും നമുക്ക് കേട്ടുകേൾവി ഇല്ലാത്ത രോഗങ്ങളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ, എവിടെയാണ് രോഗം, തൈറോയ്ഡ് ആണെങ്കിൽ നിങ്ങൾ തൊണ്ടയ്ക്ക് കൈ വെക്കണം. രണ്ട് കൈ ഉണ്ടല്ലോ, 2 രോഗത്തിന് വെക്കാനുള്ള കൈ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ മക്കൾ ശ്രദ്ധിക്കുക. തലയ്ക്ക് ഭാരം, പ്രഷർ കാരാണെങ്കിൽ നെഞ്ചത്ത് കൈ വെക്കുക. ഹൃദയരോഗങ്ങളുള്ളവരും നെഞ്ചത്തിന് കരൾ രോഗമുള്ളവരും ചിലർക്ക് ഫാറ്റി ലിവറൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ നെഞ്ചിൻ്റെ കൂമ്പിൽ കൈവച്ചാൽ മതി. അവർക്ക് തന്നെ പ്രഷർ ഉണ്ടെങ്കിലും അവിടെ തന്നെ കൈവച്ചാൽ മതി. കിഡ്നി രോഗികൾ മുതുകിന് കൈവെക്കണം. ഒരു കൈ വെച്ചാൽ മതി. മുതുക് കീഴ്മുതുകിന്, മുകളിലല്ല കീഴ്മുതുക്, പതകിനാണ് കിഡ്നിയുടെ ഭാഗം. മക്കളില്ലാത്തവരും ബ്ലീഡിങ്ങുകാരും പീരീഡ്സ് കറക്റ്റല്ലാത്തവരും അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരൊക്കെ അടിവയറ്റിൽ കൈവെക്കുക. ഊടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കൈവെക്കാം. താഴെ മാറ്റി മുകളിൽ വെക്കരുത്. ഇനി അച്ഛൻ പറയാത്ത എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ആ പറയാത്ത രോഗങ്ങൾ, ചിലപ്പോൾ കണ്ണിൻ്റെ രോഗമായിരിക്കും, അപ്പോൾ കണ്ണിലേക്ക് കൈവെക്കാം. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ മക്കൾക്ക് കൈ മാറ്റി മാറ്റി വെക്കാം. ഒരു കുഴപ്പമില്ല. അമ്മ സന്നിധാനത്തിൻ്റെ സമൃദ്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഓർത്താൽ മതി. ചില ആൾക്കാർക്ക് 5 രോഗങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം സുഖപ്പെടാൻ തന്നെയാണ് നമ്മുടെ വന്നിരിക്കുന്നത്. അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ കൈ മാറ്റി മാറ്റി വെച്ചേക്കണം. കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും. നിങ്ങൾ യേശുവിനെ ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ പോലും വേദനിച്ച് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കണില്ല. എന്നിട്ട് കർത്താവിനോട് ഞാൻ പറയണ പോലെ പറയണം. ഞാൻ ഇടയ്ക്ക് രോഗങ്ങൾ കൂടി വരുമ്പോൾ ഞാൻ പറയും, കർത്താവേ നിൻ്റെ തിരുമനസ്സല്ലെങ്കിൽ ഇതെടുത്ത് മാറ്റിയേക്കണം.
കാര്യം കർത്താവിൻ്റെ തിരുമനസ് അല്ലാത്തൊരു സ്ഥാനം തോന്നുന്നുണ്ടാക്കേണ്ട കാര്യം നമുക്കില്ല, ബാധ്യതയില്ല. ഞാൻ കർത്താവിനോട് നേരിട്ട് സംസാരിക്കണം. കർത്താവ്, ഇത് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ദെയർ. ഞാനത് പറ്റണവരെ സഹിച്ചോളാം. ഇത് നിൻ്റെ തിരുമനസ്സില്ലാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അത് ഈ വിഷയം തന്നെയല്ല, എല്ലാ വിഷയത്തിലും നീ പറയണം. ദൈവരാജ്യം പ്രഖ്യാപിക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണ്. നിൻ്റെ തിരുമനസ്സിന് പറ്റാത്ത എല്ലാം എൻ്റെ കുടുംബത്തിൽ നീ ഉച്ചാടനം ചെയ്യണം. പറയുക, ഈശോയെ, നിൻ്റെ തിരുമനസ്സിന് നിരക്കാത്തതെല്ലാം നിൻ്റെ നാമത്തില് എൻ്റെ കുടുംബത്തിൽ നിന്ന് നിന്റെ നിശ്വാസത്താൽ നീക്കം ചെയ്യപ്പെടട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മക്കളെ, ഇനി സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ്. കൈകൾ മാറ്റി മാറ്റി വെച്ചേക്കണം കേട്ടോ. കാര്യം ഒരു മനുഷ്യൻ പോലും ആവശ്യമില്ലാതെ വേദനിച്ച് നടക്കാൻ, നീയൊക്കെ സന്തോഷത്തോടെ ജീവിക്കാനാണ്, നിങ്ങളും ഞാനുമൊക്കെ സന്തോഷത്തോടെ ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സന്തോഷം എന്നുള്ള വാക്ക് കർത്താവ് വല്ലാണ്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ്. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയല്ലേ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് 16:22. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയാതിരിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ മൈൻഡ് അതാ. കാര്യം എന്താണ്? നമുക്ക് തന്ന സന്തോഷം. ഞാൻ ചില സമയത്ത് ചില രോഗികൾക്കും ചില പിള്ളേർക്ക് പഠിക്കാനൊക്കെ പൈസ കൊടുക്കും. അപ്പോൾ പറയും, അപ്പൻ വെള്ളം അടിക്കാരനാണ്, നിൻ്റെ ഈ കാശ് അപ്പൻ അടിച്ച് മാറ്റരുതെന്ന് പറയും. എന്താ അങ്ങനെ പറയണത്? അപ്പന് കൊടുക്കരുതെന്നാണ് പറയണത്. അതൊക്കെ കുഞ്ഞിന് പഠിക്കാൻ തന്നിരിക്കണതാണ്, അപ്പന് കൊടുക്കരുത്. കർത്താവിനും അതുപോലെ ആഗ്രഹമുണ്ട്. എന്താണ്? നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം, സന്തോഷം ആരും നിന്നിൽ നിന്ന് എടുത്ത് കളയരുത്. അതാണ്. അപ്പോൾ എന്തൊരു വാത്സല്യമാണ് ആ 16:22 ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം എന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ആദ്യം എന്നെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം. നിങ്ങൾ മറ്റുള്ളവർ കുറേ പേരുണ്ട് ഇവിടെ, രോഗികളായിട്ടുള്ളവരുണ്ട്. അവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരാശ്വാസത്തോടെ ജീവിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. രോഗികളായിട്ടുള്ളവരുണ്ട്, പലതരത്തിലെ വീട് സ്ഥലവും ഇല്ലാതൊക്കെ ഇങ്ങനെ പറാപറന്തരായിട്ട് മക്കളുടെ മുമ്പിൽ നാണം കെടുന്ന മാതാപിതാക്കന്മാരുണ്ട്. അതൊക്കെ സങ്കടകരമാണ് അവസ്ഥ. പെൺകുഞ്ഞുങ്ങളൊക്കെ വലുതായി വയ്ക്കുമ്പോൾ നമ്മൾ ഓരോ മാസം വാടകയ്ക്ക് ഓരോ വീട്ടിൽ ഇങ്ങനെ നടക്കണം എന്ന് പറയുമ്പോൾ ഹൗ ക്യാൻ ബി ബേ? അതൊന്നും പറ്റത്തില്ല. അത് കർത്താവിനോട് പറയണം, അത് പറ്റത്തില്ല. അഭിമാനത്തോട് ജീവിക്കണം. ചുമ്മാ ജീവിച്ചിട്ട് കാര്യമില്ല. ഞാൻ നിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് നിൻ്റെ മകൾ, നിൻ്റെ മകൻ, നിൻ്റെ മകനെപ്പോലെയും മകളെപ്പോലെയും അഭിമാനത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞ്, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മാനം കാക്കാൻ മാനക്കേടായി മരിച്ചവനെ നിന്റെ മകളും നിന്റെ മകനും അഭിമാനത്തോട് ജീവിക്കാൻ തടസ്സമായ ഭൗതിക പ്രാതികൂല്യങ്ങള് യേശുനാമത്തിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. മക്കളെ, രോഗികള്, കരൾ രോഗികള്, കിഡ്നി രോഗികള്, നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ വിചാരിക്കുമായിരിക്കും, ഓ ഈ മരുന്ന് 3 കൊല്ലം കൂടി കഴിക്കുമ്പോൾ വേറെ രോഗം വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇയാൾ ചത്തും പോകും, കാരണം ചാകണ വരെ എന്തെങ്കിലും കഴിച്ച് കിടക്കട്ടെ എന്നായിരിക്കും ചിലപ്പോൾ ഡോക്ടർ വിചാരിച്ചിരിക്കണത്. മനസ്സിലായി? നിന്നോട് ഒത്തിരി സ്നേഹം കാണിക്കുമ്പോൾ ഓർക്കണം,
ഡോക്ടർ നിന്നെക്കുറിച്ച് തീരുമാനമായിട്ടുണ്ടെന്ന്. കർത്താവാണ് അവസാനത്തെ തീരുമാനം. ആരുടേതാണ്? കർത്താവിൻ്റെതാണ്. അതുകൊണ്ട് കൂടുതൽ മരുന്ന് വർഷങ്ങളായിട്ട് കഴിക്കുന്നവരാണ് ആദ്യം പ്രാർത്ഥിക്കാൻ പോകുന്നത്. അവിടെ മരുന്ന് കഴിക്കൽ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും. ഇന്നൊരു സാക്ഷ്യം പറഞ്ഞു കേട്ടില്ലേ? ഇല്ലേ? എന്താ പറഞ്ഞത്? പിന്നെ മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ 6 മരുന്ന് കഴിക്കുന്ന ആളാണ്, പിന്നെ മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല, എനിക്ക് ആ രോഗവുമില്ലെന്ന്. അല്ലേ? പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, കൂടുതൽ മരുന്നുകൾ മാറി മാറി കഴിക്കുന്നവരെ മാറാത്ത രോഗങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ നിമിഷം പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സർവാംഗ രോഗങ്ങൾക്ക് വേണ്ടി മാറി മാറി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കൈ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കണം, സ്തുതിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവായ യേശുമിശിഹായേ, കാലരോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ, കാലരോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കാലരോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹൃദയ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹൃദയ രോഗികളെ, കിഡ്നി രോഗികൾ, മുതുക് രോഗികൾ, ശ്വാസകോശ രോഗികൾ, പാങ്ക്രിയാസ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, പിസ്തുല രോഗികൾ, PCOD രോഗികൾ, കർത്താവ് അണ്ടാശയത്തിൽ കുരുക്കളുള്ളവർ, സിസ്റ്റുള്ളവർ, ക്യാൻസർ രോഗികൾ, ഈശോ പാങ്ക്രിയാസ് രോഗികൾ, ഷുഗർ രോഗികൾ, ഈശോ പ്രഷർ രോഗികൾ, തലവേദനക്കാർ കർത്താവ്, മുടിക്കൊഴിയുന്നവർ കർത്താവ്, പിൻകഴുത്തിന് വേദന ഉള്ളവർ, സ്പോണ്ടിലോസിസ്കാർ കർത്താവ്, പിൻകഴുത്ത് മുതുകിന് വേദനയുള്ളവർ, കസരി വിട്ടിരിക്കുന്നവർ, നടുവേദനക്കാർ, സോറിയാസിസ് രോഗങ്ങളുള്ളവർ, വേരിക്കോസിൻ്റെ അസുഖങ്ങളുള്ളവർ, വാത രോഗക്കാർ കർത്താവ്, എന്നെ സ്ഥാപിച്ചുകൊണ്ട് ആരാധ്യം പങ്കെടുത്തുകൊണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും കർത്താവ്, അനേക രാജ്യങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ, നാടുകളിൽ, ജില്ലകളിൽ കർത്താവ്, അങ്ങനെ മക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേൽ വീഴ്ച കർത്താവ് പ്രകാശം വീശട്ടെ. യേശു ക്രിസ്തു നാമത്തെ ക്ഷയരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, മാരാരോഗങ്ങൾ, തിരവേദികൾ യേശു നാമത്തിൽ മാറിപ്പോടാം. ദിവ്യകാരുണ്യത്തിന് മക്കളുടെ വിവാഹ തടസ്സങ്ങൾ ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. ശ്രദ്ധിക്കണം. രോഗമല്ലാത്ത എല്ലാ ഭൗതിക മണ്ഡലങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, മക്കൾ ഇല്ലാത്തവർ, പിന്നെ വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ഭാഗോടമ്പടി നടക്കാത്തവർ, വരുമാന മാർഗ്ഗം ഒന്നുമില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളാൽ വിഷമിക്കുന്നവർ, ചുറ്റോട് ചുറ്റും അതിർത്തി തർക്കങ്ങളുള്ളവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, ഇനി ജോലി ഇല്ലാത്തവർ, ഉള്ള ജോലിക്ക് പ്രൊമോഷൻ ഇല്ലാത്തവർ, ട്രാൻസ്ഫർ കിട്ടാത്തവർ, പല സർക്കാർ ജോലികളിൽ ചെയ്തിട്ടുള്ള ജോലികളും പ്രോജക്റ്റ് വർക്കുകളും കോൺട്രാക്റ്റ് വർക്കുകളും ബില്ല് പാസ്സാകാത്തവർ, അവരൊക്കെ പലിശക്ക് കാശെടുത്ത് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. പലിശ കൂടിയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത കാശ് പോലും കിട്ടാത്ത കണ്ടീഷനിൽ നരകിച്ച് ജീവിക്കുന്നുണ്ട്. ഈ സർക്കാരിന് ഈ വിഷയത്തിൽ ശരിക്കും നീചമായ, ഏത് സർക്കാരായാലും എല്ലാ കൊല്ലവും ഏത് സർക്കാരുകൾ മാറി വന്നാലും കോൺട്രാക്ടർമാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അത് നീചത്തരം കൊണ്ടാണ്, സർക്കാരിൻ്റെ നീചത്തരം കൊണ്ട് അങ്ങനെ സംഭവിക്കണം. കാര്യം കോൺട്രാക്ടർമാർ പകുതി മുക്കാലും, പ്രത്യേകിച്ച് ഇടനില കോൺട്രാക്ടർമാരില്ലേ, ഒരു പകുതി വരുമാനക്കാരായിട്ടുള്ളവരില്ലേ, താഴെ വല്ല മുകളിലും അല്ലാതെ നിൽക്കുന്നവർ, അവരൊക്കെ കടം മേടിച്ചാണ് വലിയ പണിയൊക്കെ ചെയ്യിക്കണത്. സമയത്ത് ബില്ല് പാസ്സാക്കാതെ കൊടുക്കാനുള്ളവർക്ക് എല്ലാം കൊടുക്കേണ്ട അപ്പുറത്ത് കൊടുത്താലും നമ്മളിങ്ങനെ പട്ടിയെ പോലെ നടക്കണ കാണാം. അവസാനം അവർ ചത്ത് പിരിയണ കാണാം. ഇതൊക്കെ നീചകരം, സാമൂഹ്യ നീചത്തരങ്ങളാണ്, മനുഷ്യനെ, കുടുംബത്തെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന അത്തരമുള്ള അനീതികൾ സംസ്ഥാനത്ത് നിന്ന് നീങ്ങിപ്പോകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്വന്തമായി വീടില്ലാത്തവരെ സമർപ്പിക്കുന്ന കർത്താവേ, സ്വന്തമായി വരുമാനമില്ലാത്തവരെ സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവേ, ഒത്തിരിയായ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിയുന്ന മക്കൾ, കർത്താവേ, ആത്മഹത്യയുടെ വരമ്പിൽ നിൽക്കുന്ന മക്കളെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ വീണ്ടും ഭാഗോടമ്പടി നടക്കാത്തവരെ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പട്ടയങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. നഷ്ടപ്പെട്ടു പോയവർ, സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയവരും കിട്ടാത്തവരുണ്ട്. ഇപ്പോൾ ഇന്നത്തെ സാക്ഷ്യം കേട്ടില്ലേ, സർട്ടിഫിക്കറ്റ് ഉപരി വിദ്യാഭ്യാസത്തിൻ്റെ സമയം വന്നപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടാണ്ടായി. പക്ഷേ ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ അത് ലൈറ്റ്നിങ് സ്പീഡിലാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അപ്പോൾ ഉടമ്പടിയിൽ എല്ലാം ഉടമ്പടിയുടെ കീഴിലുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇനി മിണ്ടാണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, ചില ആൾക്കാർ
കിട്ടാനുള്ള. ഇപ്പോൾ ചില ആൾക്കാർക്ക് സ്വഭാവം ഉണ്ടല്ലോ, വീട്ടിലെ പെൺമക്കളുടെ കല്യാണങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ കല്യാണത്തിനൊന്നും അവർ പോകത്തില്ല. ചില ആൾക്കാരുടെ സ്വഭാവങ്ങളാണ്. ഉടമ്പടി ക്രിസ്ത്യാനി പുറത്തേക്കാണ്. വീട്ടിലെ പെൺമക്കളുടെ കല്യാണങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ വേറെ കല്യാണത്തിനൊന്നും അവർ പോകത്തില്ല. എന്താ കാര്യം? കയ്യിൽ നിന്ന് കാശ് പോകണമുണ്ട്. വീട്ടിൽ പെൺമക്കളുള്ള കാരണം കയ്യിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടി എല്ലാ കല്യാണത്തിനും പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദുഷ്ടവർഗ്ഗങ്ങളൊന്നും ഉടമ്പടിയുടെ വിഷയത്തിലുള്ളതല്ല. നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചേക്കണം. ആ ദൈവത്തിനെ പറ്റിക്കരുത്. മനുഷ്യനെ പറ്റിക്കുന്നതും ദൈവത്തിനെ പറ്റിക്കുന്നതും ഒരുപോലെ തന്നെയാണ്. കാര്യം അതൊന്നും ഉടമ്പടിക്ക് ചേർന്ന മാനസിക അവസ്ഥകളല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതിനെ പ്രകടമായ പാപങ്ങൾ മാത്രമല്ല, അടിയൊഴുക്കിൻ്റെ മനോഭാവങ്ങളും ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്, ചോദനയ്ക്കുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് നിരക്കാത്ത നിലപാടോ സമീപനമോ എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ അറിയാണ്ടാണെങ്കിലും അഴിച്ചു കളയാൻ നോക്കണം. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. എല്ലാ ഇല്ലായ്മകൾക്കും പോരായ്മകൾക്കും അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോഴേ അവരുടെ അഭിമാനം മുറിവേൽക്കപ്പെടാൻ പോകുന്നു. സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ കൊച്ചാകാൻ പോകുന്നു തന്നെ എൻ്റെ അർത്ഥം. നമ്മളെ സമൂഹത്തിന് മുമ്പിൽ കൊച്ചാക്കാൻ അമ്മ ഉള്ളിടത്തോളം കാലം അമ്മ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം തുടങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ സംരക്ഷക. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ലുത്തീനിയായി വിളിച്ചു പറയുന്നുണ്ട്. പലതും പല ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ ഏറ്റവും വിളിച്ച് പറയേണ്ട ഒരു കാര്യം എന്താണ്? അമ്മേ, ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ സംരക്ഷകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ജീവിതത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളുടെ മേൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ പ്രകാരത്തിൽ കൃഷ്ണന്റെ അടയാളത്തിൽ ശക്തി നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ നേർച്ച വസ്തുക്കൾ എടുക്കുക. അറിയിപ്പുകൾ. പ്രിയമുള്ളവരെ, പത്രം വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. എപ്പോഴും ഓർക്കുക, കൃപാസനത്തിൽ പത്രം വാങ്ങിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനമാണ്. അല്ല, ഒന്നും രണ്ടും പത്രം കൊടുക്കേണ്ടയും കാര്യമില്ല, നിങ്ങൾ വാങ്ങിക്കേണ്ടയും കാര്യമില്ല. നിങ്ങൾ വായിക്കുക മാത്രമല്ല, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ. കൃപാസനം നേർച്ചയെന്ന് പറഞ്ഞാൽ തന്നെ പ്രേക്ഷിത പ്രവർത്തനമാണ്. കർത്താവിനെ അറിയാത്തവർ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. സ്വന്തം നിലയ്ക്ക് കഷ്ടപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ച് വെയിലും മഴയും കൊണ്ട് കർത്താവിനെ ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഈ പത്രം വാങ്ങിക്കുന്നത്. അപ്പോൾ വാങ്ങിച്ചിട്ട് മാത്രമേ പോകാവൂ. പടിഞ്ഞാറവശത്ത് കൗണ്ടറിൽ പത്രം വാങ്ങിക്കുമ്പോഴേ നിങ്ങൾക്ക് ഈ മാസത്തെ ഏപ്രിൽ മാസത്തെ കൂപ്പൺ അടിച്ചു കിട്ടും. അപ്പോൾ ഏപ്രിൽ 30 തന്നെ അടിച്ച് കാണും. അത് നിങ്ങൾ നോക്കണം. ചില പത്രം ഏപ്രിൽ മാസത്ത് തീർന്നിട്ടുണ്ടെങ്കിൽ അവർ മെയ് മാസത്തെ പത്രമായിരിക്കും തരണത്. പക്ഷേ കൂപ്പൺ തരണത് ഏപ്രിൽ മാസത്തേതായിരിക്കും. കാര്യം പത്രം ഏപ്രിൽ മാസത്തെ തീർന്നു പോയാൽ പിന്നെ ഉള്ളത് മെയ് മാസത്തിലെ കൂപ്പണാണ്. പത്രമാണ് തരണത്. പക്ഷേ നിങ്ങൾക്ക് അടിച്ചു തരേണ്ട കൂപ്പൺ ഈ മാസത്തായിരിക്കും. കാര്യം ഈ മാസത്തെ പ്രാർത്ഥനയ്ക്കല്ലേ ഉത്തരവാദിത്വം ഉള്ളത്. അത് നോക്കിയാൽ മതി. ഇനി രണ്ടാമത് പറയാനുള്ളത്, മെയ് മാസ വണക്കം ഇന്ന് ആരംഭിക്കുക. ഇന്നാണ് മെയ് മാസ വണക്കം. ഇന്ന് മുതൽ മെയ് 31-ാം തീയതി വരെ കൃപാസനത്തിൽ പ്രത്യേക അനുഗ്രഹത്തിൻ്റെ മാസമാണ്. എല്ലാ വർഷവും മെയ് മാസവും ഒക്ടോബർ മാസവുമാണ് അമ്മ മാസം എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകം ആഘോഷിക്കുന്നത്. അപ്പോൾ വണക്കം ഏറ്റെടുത്ത് നടത്താനുള്ളവർക്ക് ഇന്ന് വണക്കം ഏറ്റെടുത്ത് നടത്താൻ കൗണ്ടറിൽ നിങ്ങൾക്ക് കൂപ്പൺ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ നിയോഗം പറഞ്ഞു കൊടുത്ത് വണക്കം ഏറ്റെടുത്ത് നടത്താവുന്നതാണ്. ശുശ്രൂഷ മാസം എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് ശുശ്രൂഷയ്ക്ക് മെയ് മാസം മുതൽ നാളെ മുതൽ ശുശ്രൂഷ നമ്മളിപ്പോൾ നടത്തുന്നതിൻ്റെ പേരെന്താണ്? ഉപവാസ ഉടമ്പടി ധ്യാനം അല്ലേ? ഇതിൻ്റെ പേര് ഉടമ്പടി ധ്യാനം എന്നാണ്. ഉടമ്പടി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ?
പുതുതായിട്ട് ഉടമ്പടി എടുക്കുന്നവനാണ് ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം മെയ് മാസത്തിൽ ഉടമ്പടി ധ്യാനം എന്ന് പറയണത് ഇനി മുതൽ അങ്ങോട്ട് അങ്ങനെ ഇരിക്കും. എല്ലാ തിങ്കളാഴ്ചയും, ഇനി മറന്നു പോകത്തില്ലല്ലോ, വ്യാഴാഴ്ചയാണോ ശനിയാഴ്ചയാണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഒന്നുമില്ല, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയുമാണ് ഉടമ്പടി ധ്യാനം, എല്ലാ തിങ്കളാഴ്ചയും. അപ്പോൾ മെയ് മാസം ഓർക്കുക, എപ്പോഴാണ് ധ്യാനം എന്ന് ഓർത്ത് കൺഫ്യൂഷനൊന്നും വേണ്ട. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനമായിരിക്കും, ഉടമ്പടി ഉപവാസ ധ്യാനം. ബുധനാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ. ഇപ്പം ഞായറാഴ്ച ഉടമ്പടിക്ക് ആൾ കുറവാണ്, എന്തോ തെറ്റിദ്ധാരണയാണ്. കാര്യം ഞായറാഴ്ച പ്രാർത്ഥന ഇല്ലെന്ന് ഓർത്തായിരിക്കും ആൾക്കാർ വരാത്തത്. കാര്യം ഞായറാഴ്ച ഉടമ്പടി പ്രാർത്ഥന നടക്കുന്നുണ്ട് ഇവിടെ. പുതുതായിട്ട് ഉടമ്പടി ചെയ്യാനുള്ളവർക്ക് ഞായറാഴ്ച വന്ന് ഉടമ്പടി ചെയ്യാവുന്നതാണ്. ഉടമ്പടി ധ്യാനമാണ് തിങ്കളും ചൊവ്വായും ക്രമീകരിച്ചിരിക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മെയ് 1, 2, 3, 4 തിങ്കൾ, മെയ് 1, 2, 3, 4 ചൊവ്വ ആണ് ഉടമ്പടി ഉപവാസ ധ്യാനം. മറ്റുള്ള ദിവസങ്ങളിലെല്ലാം ഉടമ്പടി പ്രാർത്ഥന, അതായത് പുതുതായിട്ട് ഉടമ്പടി ചെയ്യാനുള്ളവർക്കും. പിന്നെ ഉടമ്പടി പുതുക്കണത് ഇപ്പോഴേ പിന്നെ ഒരു പരിപാടി, പണ്ടത്തെ തന്നെ ആൾക്കാർ ഫോളോ ചെയ്യണത്, ഉടമ്പടി പുതുക്കുന്നവരെല്ലാം വന്നത് വ്യാഴാഴ്ചയാണ്. അത് പണ്ടത്തെ ഓർമ്മയ്ക്ക് വരുന്നതാണ്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം എല്ലാ ദിവസവും, അതായത് ബുധൻ, വ്യാഴം യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. എന്താണെന്നറിയാവോ, ഒരു ധ്യാനം ഇവിടെ കൂടാൻ പാടുള്ളൂ, ബാക്കി 5 ധ്യാനം യൂട്യൂബിൽ കൂടേണ്ടതാണ്. അപ്പോൾ ഇന്ന് സന്ധ്യക്ക് തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം നോക്കണം. കുഞ്ഞു പിള്ളേർക്ക് വരെ അറിയാം. ഇപ്പോൾ 2-3 ക്ലാസ്, 3 വയസ്സുള്ള പിള്ളേർ വരെ യൂട്യൂബ് കൈകാര്യം ചെയ്യുന്നുണ്ട്. 3 ക്ലാസ്സല്ല, 3 വയസ്സ്. ഞാൻ കണ്ടതാണ് നേരിട്ട്, വാവിളിച്ചു പോയി. അപ്പോഴേ അതാണ് കാര്യം. അപ്പം നിങ്ങൾക്ക് പരിചയക്കുറവാണെങ്കിൽ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് തരും. അച്ഛൻ്റെ ആണെങ്കിൽ എളുപ്പമാണ്. ഇപ്പോൾ യൂട്യൂബിൻ്റെ പഴയ പേരൊക്കെ മാറ്റി, കൃപാസനം, മരിയ ഷ്രൈനൊക്കെ ഉള്ളത് കോംപ്ലിക്കേറ്റഡ് പേരാണ്. അത് കാരണം ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ തന്നെ ആക്കി. എന്താണ്, FRBP ജോസഫ് കൃപാസനം, അത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കൺ ഓപ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ, അല്ല അത് ക്ലിക്ക് ചെയ്യണം. ഇന്ന് തന്നെ സന്ധ്യക്ക് തന്നെ ചെയ്തേക്കണം, കാര്യം ഇന്ന് മുതൽ തുടങ്ങുകയല്ലേ. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് കൈപൊക്കിക്കേ. നമ്മളെ ആശീർവദിക്കുവാൻ പോകുക യാത്രയുള്ളവരെ ഈശോയെ സർവശക്തിയോടും കൂടി നിങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അനുഗ്രഹിച്ച ദൈവമേ, ദൈവത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുത്ത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ജീവിക്കുന്ന ദൈവമേ, സ്തോത്രം കർത്താവേ, നിങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പ്രൈസ് ദി ലോർഡ്. മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ